നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് മതത്തിൽ വിശ്വസിക്കാനും മാറാനും അനുവാദം തരുന്നുണ്ട്. അത് മൗലികാവകാശം. അത് ഒരു ഭാഗത്ത്. ഈ മത നിരോധന നിയമം ഇപ്പോൾ 12ഓളം സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അത് മറ്റൊരു ഭാഗത്തും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊക്ക് കുറുക്കനെ വിരുന്നൂട്ടിയൊരു സംഭവം പറയലുണ്ട് സാധാരണ. അതേപോലെയാണ് സംഭവം. അത് വിരുന്ന് വിളിച്ചിട്ട് കുറുക്കൻ എന്ത് ചെയ്തു, ഒരു കുപ്പിയിൽ പായസം ഒഴിച്ചു കൊടുത്തു. കുപ്പിയിൽ സാധനം വളരെ ഭംഗിയിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. കുറുക്കതിൽ നോക്കി ഇരിക്കുന്നല്ല, എന്താ ചെയ്യുക? അപ്പോൾ ഇതെന്തോ നേരത്തെ ഇവൻ കുറുക്കെന്ത് ചെയ്തിട്ടുണ്ട്, കൊറ്റിനെ വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് വളരെ പരന്നൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രതികാരം കിട്ടിയാണിത്. അപ്പോൾ സംഭവം എന്താ, വിരുന്നൂട്ടൽ നടന്നു, പക്ഷെ സാധനം കുടിക്കാൻ കഴിയില്ല. ഇതേപോലെ നമ്മുടെ മൗലികാവകാശത്തിൽ എന്തുണ്ട്, മതം വിശ്വസിക്കാനും ആചരിക്കാനും മാറാനും ഒക്കെ മൗലികാവകാശമായിട്ട് അതിൻ്റെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആ പണിയെടുത്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ള മതത്തേക്ക് മാറാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിരോധന നിയമം വന്നപ്പോഴുള്ള ഒരു പ്രശ്നം. ഇതിനെയാണ് കോടതി യഥാർത്ഥത്തിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യം ചെയ്തിട്ടുള്ളത്.